വർഷങ്ങളുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. ബി.ജെ.പി. നേതൃത്വവുമായി ഇടഞ്ഞ പാർട്ടി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്. ഇന്ന് കെ.പി.സി.സി. നേതൃത്വത്തിന്റെ വാർത്താ സമ്മേളനം പാലക്കാട് നടക്കുന്നതിനിടെയാണ് മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വാര്യർ വേദിയിലേക്ക് എത്തിയത്. കെ. സുധാകരനും വി.ഡി. സതീശനും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇനി 4 ദിവസം മാത്രം ശേഷിക്കെയാണ് ബി.ജെ.പി. വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത്. സന്ദീപ് വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്നും ഒരു ഉപാധികളും ഇല്ലാതെയാണ് കോൺഗ്രസിലേക്ക് പ്രവേശനമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം പ്രകടിപ്പിക്കുകയും ഞങ്ങളത് സർവാത്മന ഞങ്ങളതിനെ പിന്താങ്ങുകയും ചെയ്തു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, വെറുപ്പിൻ്റെ കടവിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുമ്പോൾ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ബി.ജെ.പി. വെറുപ്പുൽപാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും അവിടെ നിന്ന് സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചത് തന്റെ തെറ്റാണെന്നും സന്ദീപ് വാര്യർ. ബി.ജെ.പി. ഏകാധിപത്യ പ്രവണതയുള്ള സംഘടനയാണെന്നും ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ 1 വർഷം കയ്യാലപ്പുറത്തായിരുന്നു. മതസൗഹാർദ്ദം തകർക്കരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാധ്യമങ്ങളിൽ നിന്ന് വിലക്കി. CPM ബി.ജെ.പി. ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയത്തെ എതിർത്തതാണ് കാരണമെന്നും സന്ദീപ് ആരോപിച്ചു. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധമേർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ. മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട, സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ. ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ, എനിക്കുള്ള ബന്ധങ്ങൾ, അതിലെവിടെയും മതം തിരയാനോ അതിലെവിടെയെങ്കിലും കാലുഷ്യമുണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് താല്പര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ 1 വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്ത് തന്നെ നിർത്തുകയുണ്ടായി. കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവുമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ CPIM-മായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പോൾ എന്നെ പേറുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ബി.ജെ.പി. നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു സന്ദീപ് വാര്യർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേദിയിൽ ഇരിപ്പിടം നൽകാത്തതിനെ തുടർന്ന് ഇറങ്ങിപ്പോയതോടെയാണ് സന്ദീപ് വാര്യർ ബി.ജെ.പി. വിടുന്നു എന്ന തരത്തിൽ അഭ്യൂഹം ശക്തമായത്. തന്റെ വിഷമങ്ങൾ അറിയിച്ചപ്പോൾ അത് കണക്കിലെടുക്കാൻ പോലും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തയ്യാറായില്ലെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.